ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗ് എടുക്കാൻ എത്തി. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നാളെ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങുകയാണ് +1-ൻ്റെ. അപ്പോൾ ഒരു സ്റ്റഡി വ്ളോഗും പിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇടിച്ചു പിടിക്കാനും മറക്കരുത്. അപ്പോൾ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ കടയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കടയിലെ ഡ്യൂട്ടി എനിക്കാണ്. കേട്ട് വന്നത് എനിക്കറിയത്തില്ല. നല്ല മഴയുണ്ട് ഇവിടെ. രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടയിലെ ഇവിടെ ഞാൻ കുറച്ച് സമയം കാപ്പി കുടിക്കാൻ വേണ്ടി പോകണം. കാപ്പി കുടിച്ചിട്ട് തൂക്കൽ പരിപാടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് ഇരിക്കാൻ. ഇതിൻ്റെ ഇടിയപ്പം, പിന്നെ മുട്ടക്കറി, നമുക്കിനിയിപ്പം അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട്, ക്ലീനിങ് പരിപാടികളുണ്ട്. അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൂക്കണം. തൂത്തുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ടിരിക്കാം. പിന്നെ ഇപ്പം പഠിച്ചിട്ട് തൂത്തിട്ടൊക്കെ കാണാം ജോലി കണ്ട്. ഓക്കെ, ബൈ. നാളെ തൊട്ടാണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ്, +1 യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓണം എക്സാം അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് എന്നാണ് ഇപ്രാവശ്യം യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പം നാളെ നമുക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററല്ലേ, 4 ചാപ്റ്ററാണ് ആദ്യത്തെ എക്സാമിനുള്ളത്. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് പഠിക്കാനായിട്ടിരിക്കണം. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്കൊരു 12 മണിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് നമുക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം കടയിലാണ്. അച്ഛനും അമ്മയും കൂടെ എവിടെയാണ് വാസ്തുവിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കടയിലിരിക്കുകയാണ്. അപ്പോൾ ഹോളിഡേയ്സിൽ കൂടുതലും നമ്മൾ കടയിലിരുന്ന് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ 12 മണിയായി, കുറച്ച് ലേറ്റായി പഠിക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ബയോളജി ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം നമുക്കിതെല്ലാം പഠിക്കണം. എന്നിട്ടൊരു വൈകിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ കുറേശ്ശെ പഠിക്കുകയാണ്. ഇതൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ നമുക്കിപ്പം അവധി കുറവാണ്. സയൻസ് സബ്ജക്റ്റിൻ്റെ ഇടയിലുള്ള അവധി കുറവല്ലേ. ഇപ്പോൾ നേരത്തെ പഠിക്കാമെന്ന് കരുതി. അപ്പോൾ ഇനിയിപ്പം പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പം അവർക്ക് വന്നിട്ടില്ല. അച്ഛനും അമ്മയും കൂടെ വാസ്തുവിലേക്ക് പോയിട്ട്. അപ്പം നമുക്ക് ഇനിയിപ്പം റിച്ചപ്പന് ചോറ് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ റിച്ചപ്പന് ചോറ് കൊടുത്തിട്ട് വരാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് വരാണ് ബയോളജി. അപ്പം അത് പഠിച്ചിട്ട് ബാക്കി എന്നിട്ട് പറയാം. ഓക്കെ, ചോറ് കൊടുത്തിട്ട് വരാം റിച്ചപ്പന്. അപ്പോൾ ഗൈസ്, നമ്മളൊരു 2 മണിയായപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ അതിന് മുമ്പ് സമയം കാണിച്ചില്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 5 മണി ആവാറായി. അപ്പം ഇടയ്ക്കത്തെ ഉള്ള കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം അമ്മയ്ക്ക് ഫോൺ വേണമായിരുന്നു. അപ്പോൾ ഇടയ്ക്കത്തെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇടയ്ക്ക് എന്താ പറയുക, 2 മണിയപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. പിന്നെ കുറച്ച് പോർഷനെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ബയോളജി. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് സബ്ജക്റ്റുകളെല്ലാം ക്ലിയറായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വൈകിട്ട് ഒരു 7 മണി തൊട്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് കരുതി. നാളെ ഇംഗ്ലീഷിൻ്റെ എക്സാം അല്ല, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് കരുതി. ഇംഗ്ലീഷിൽ തന്നെ മാരത്തോൺ ഉണ്ട്. പക്ഷേ മാരത്തോൺ എനിക്ക് കാണണമെന്നുണ്ട് സൈലെത്തിയിട്ട്. പക്ഷേ അത് എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട്, ഇംഗ്ലീഷിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല. പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ സമയം അങ്ങനെ മാരത്തോൺ കണ്ടാകുമ്പോൾ വേസ്റ്റായിപ്പോൾ. മാരത്തോൺ കാണുന്നത് യൂസ്ഫുള്ളാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ മാരത്തോൺ കാണുമ്പോഴല്ലേ നമുക്കത് യൂസ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെച്ച് രാവിലെ മാരത്തോൺ കാണാമെന്ന് കരുതി. അപ്പോൾ 7 മണി ആകുമ്പോഴത്തേക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനിരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ടത്തെ ഒരു പെട്ടെന്നുള്ളൊരു ഫാസ്റ്റ് ക്ലീനിങ് പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ പഠിക്കാനിരിക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ പിന്നെ എനിക്ക് വൈകിട്ട് വേറൊരു പരിപാടി കൂടെ ഉണ്ട്. അത് എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ബാ. Hi guys.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ട്. പതിയെ നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റാണ് ഫുള്ളുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ ഐ വിൽ ഫ്ലൈ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, പിന്നെ ഇഫ് എന്ന് പറയുന്ന പോയം, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, അങ്ങനെ 4 യൂണിറ്റാണുള്ളത്. അതിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ ഐ വിൽ ഫ്ലൈയും പിന്നെ ഐ വിൽ ഫ്ലൈ ആൻഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അത് നേരത്തെ എനിക്ക് TP ഉള്ളതുകൊണ്ട് ഞാൻ പഠിച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇഫും ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആണ്. പിന്നെ പക്ഷേ ഇപ്പം ഫസ്റ്റ് ഫ്ലൈറ്റും അതുപോലെ തന്നെ ഐ വിൽ ഫ്ലൈ, ഇത് രണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. ഒന്നുകൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിനും മിസ് ചെയ്തിട്ട്. അപ്പം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാപ്റ്റേഴ്സൊക്കെ വെള്ളിയാഴ്ച ഒന്ന് വൈകിട്ടൊന്ന് റിവൈസ് ചെയ്തായിരുന്നു. അപ്പം ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പം ഇതുകൂടെ കണ്ടിട്ട് ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഹാഫ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ലെസൺസ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് ഞാൻ പഠിച്ചു. ഇനി നമുക്ക് ഇപ്പം പറയുന്ന പോയം കൂടിയിട്ടുള്ളൊരു പോയം കൊണ്ടുണ്ട്. അതിൻ്റെ അപ്രിസിയേഷനും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പഠിക്കാനുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്യും. അതോടെ പഠിച്ചിട്ട് പിന്നെ എനിക്ക് 3ാമത്തെ ലെസൺ കുറച്ചൊരു ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ എല്ലാം ഒന്ന് അടിച്ചു പെറുക്കി ആദ്യം തൊട്ടെല്ലാം ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇവിടെ ഫുൾ സ്റ്റഡീസ് കംപ്ലീറ്റ്, ഇംഗ്ലീഷിനുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ഏകദേശം ഒന്ന് റെഡിയാവും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പിടുത്തം ഏകദേശം തീരും. അപ്പം നമുക്കങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. 9 മണിയായി. ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, പഠിക്കാനുള്ള ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി. ഇപ്പം സമയം ഒരു 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു ഞാൻ കിടക്കാറായപ്പോഴത്തേക്കും. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്കറിയാം ഈ ഒരു വ്ളോഗിന് ഒരുപാട് പോരായ്മകളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.